ഈ ഒരു ക്വസ്റ്റ്യൻ CL 2022 ക്വസ്റ്റ്യനാണ്. ക്വസ്റ്റ്യനകത്ത് പറഞ്ഞത് 100ന്റെ സ്ക്വയറിൽ നിന്ന് 99ന്റെ സ്ക്വയർ കുറയ്ക്കുന്നു, അടുത്ത 98ന്റെ സ്ക്വയറിൽ നിന്ന് 97ന്റെ സ്ക്വയർ കുറയ്ക്കുന്നു. ഇങ്ങനെ ഈ ഒരു സീരീസ് 12ന്റെ സ്ക്വയർ -11ന്റെ സ്ക്വയർ വരെ പോകുന്നു. അപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യൻ നമുക്ക് എളുപ്പത്തിൽ ചെയ്യാനായിട്ട് ഞാൻ ഈ ഒരു സാധനം കാണുമ്പോൾ രണ്ടെണ്ണത്തിന്റെ ക്ലബായിട്ട് എടുത്തു കഴിഞ്ഞാൽ ഇതെനിക്ക് A² - B² ആണ്. A² - B² ആണെന്നറിയാം. അങ്ങനെയാണെങ്കിൽ ഇതിന്റെ സമ്മ് എന്ന് പറയുമ്പോൾ A + B ഇൻറ്റു A - B ആണെന്ന് എനിക്കറിയാം. A + B ഇൻറ്റു A - B ആണെന്നറിയാം. ഓക്കെ, A + B 100 + 99, അത് ഞാൻ അങ്ങനെ തന്നെ എഴുതുവാണ്. A - B എന്ന് വെച്ച് കഴിഞ്ഞാൽ 100 - 99 1 വരും. അതുപോലെ തന്നെ ഇപ്പുറത്ത് 98 + 97, ഇവിടെയാണെങ്കിൽ 98 - 97 1. ഓക്കെ, അങ്ങനെ ഇത് ചെയ്ത് 12 + 11 ദെൻ ഇൻറ്റു 1 എന്ന് പറഞ്ഞു. അല്ലെങ്കിൽ എനിക്കിത് 100 + 99 + 12 + 11 അങ്ങനെ എഴുതാം. ഇതിന്റെ സമ്മ് കണ്ടുപിടിക്കാനായിട്ട് ആക്ച്വലി 1 തൊട്ട് 100 വരെയുള്ള നാച്ചുറൽ നമ്പേഴ്സിന്റെ സമ്മിൽ നിന്ന് ആക്ച്വലി നമുക്ക് 1 തൊട്ട് 10 വരെയുള്ള നാച്ചുറൽ നമ്പേഴ്സിന്റെ സമ്മ് കുറച്ചാൽ പോരെ. അപ്പോൾ നമുക്ക് ഇതിന്റെ ആൻസർ കിട്ടത്തില്ലേ? അപ്പോൾ 1 തൊട്ട് 100 വരെയുള്ള അല്ലെങ്കിൽ n വരെയുള്ള നാച്ചുറൽ നമ്പേഴ്സിന്റെ സമ്മ് എന്ന് വെച്ച് കഴിഞ്ഞാൽ n/2 ഇൻറ്റു n + 1, n/2 ഇൻറ്റു n + 1. അപ്പോൾ ഇവിടെ 100 വരെ ആയതുകൊണ്ട് തന്നെ 100/2 ഇൻറ്റു 101. ഇതാണ് 1 തൊട്ട് 100 വരെയുള്ള NLSINGന്റെ സമ്മ്. ഇവിടെയാണെങ്കിൽ 10 വരെയാണ്. അപ്പോൾ 10/2 ഇൻറ്റു 11. വേണമെങ്കിൽ 1/2 കോമൺ ആയിട്ട് എടുക്കാം. എന്നിട്ട് ബാക്കി പോയിട്ട് 101, അല്ലെങ്കിൽ ഇവിടെ നിന്ന് തന്നെ 2 കട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇത് 5 50. ഇവിടെ 2 കട്ട് ചെയ്ത് കഴിഞ്ഞാൽ 5. ഓക്കെ, അപ്പോൾ 5050 നിന്ന് 55 കുറച്ചതായിരിക്കും ഫൈനൽ ആൻസർ. 5050 നിന്ന് 55 കുറച്ചതായിരിക്കും ഫൈനൽ ആൻസർ. സോ അവിടെ നമുക്ക് വരാൻ പോകുന്നത് 4995 ആയിരിക്കും. 4995 ആയിരിക്കും. കാരണം 50 കുറച്ച് കഴിഞ്ഞാൽ ഇത് 5000 ആകും. 50 നിന്ന് പിന്നെ ഒരു ബാക്കി 5 ഉണ്ട്, അത് കൂടി കുറച്ച് കഴിയുമ്പോൾ 4995 ആയിരിക്കും. സോ ഇതായിരിക്കും ഇതിന്റെ ഫൈനൽ ആൻസർ ആയിട്ട് വരാൻ.